മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കൾ, ഈ പ്രഭാതത്തിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26-ാം അധ്യായം 3-ാമത്തെ വാക്യം നമുക്ക് ധ്യാനിക്കാം. The book of Isaiah, chapter 26, verse 3. ദൈവത്തിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവരെ അവിടുന്ന് സമാധാനത്തിന്റെ തികവിൽ സംരക്ഷിക്കുന്നു. ഒരു ക്രിസ്മസ് ദിനം നിക്കോളാസിന്റെ സഹോദരിയായ സാൻഡേൽ പുറത്തു കൂട്ടുകാരികളോടൊപ്പം കളിക്കുകയായിരുന്നു. അപ്പോഴാണ് മനോഹരമായ പാവകൾ വിൽക്കാനായി ഒരു കച്ചവടക്കാരൻ നിരത്തിലൂടെ പോകുന്നത് കുട്ടികൾ കണ്ടു. തങ്ങളുടെ കയ്യിലുള്ള നാണയങ്ങൾ കൊടുത്ത് കുട്ടികൾ പാവകൾ സ്വന്തമാക്കി. ദരിദ്രയായ സാൻഡൽ ആ കച്ചവടക്കാരന്റെ മുന്നിൽ ഒരു പാവയ്ക്ക് വേണ്ടി ഇരുന്നു. അയാളാകട്ടെ കുട്ടികളോടൊപ്പം അവളെ കളിയാക്കാനാണ് ശ്രമം. നിരാശയോടെ അവൾ തന്റെ കുടിലിലേക്ക് ഓടി. നിക്കോളോസിന്റെ മുൻപിൽ ചെന്ന് അവൾ കരഞ്ഞുകൊണ്ട് എല്ലാ ദുഃഖവും വിവരിച്ചു. അദ്ദേഹം തന്നെ കുഞ്ഞി പെങ്ങളെ ചേർത്ത് നിർത്തി ആ നെറുകയിൽ മുത്തമിട്ടുകൊണ്ട് പറഞ്ഞു, നോക്കൂ മോളെ, നമുക്ക് പണമില്ലാത്തതുകൊണ്ടല്ലേ ആ പാവ വാങ്ങാൻ പറ്റാത്തത്. നമ്മെപ്പോലെ നിരവധി കുട്ടികൾ ഇത് ആഗ്രഹിച്ചു ദുഃഖിക്കുന്നുണ്ടാവും. ചേട്ടന്റെ ആശ്വാസപ്രദമായ വാക്കുകൾ അവളുടെ എല്ലാ സങ്കടങ്ങളും മാറ്റി. അവൾ ചേട്ടന്റെ കണ്ണിലേക്ക് ഉറ്റുനോക്കി. എന്തോ ദൃഢനിശ്ചയം അവിടെ തെളിഞ്ഞു കണ്ടു. എന്റെ കുഞ്ഞുമോൾക്ക് ഞാനൊരു പാവ ഉണ്ടാക്കി തരാം. നിക്കോളാസ് ഉടൻ മാർക്കറ്റിലേക്ക് പോയി പാവയുണ്ടാക്കാൻ വേണ്ടുന്നതെല്ലാം വാങ്ങി ഉടൻ തിരിച്ചെത്തി. അതുകൊണ്ട് അതിമനോഹരമായ പാവകൾ നിർമ്മിച്ചു. കച്ചവടക്കാരന്റെ വർണ്ണപ്പകിട്ടാർന്ന പാവകളെക്കാൾ മനോഹരമായിരുന്നു നിക്കോളാസിന്റെ പാവകൾ. അതിലൊന്ന് തന്റെ പൊന്നനുജത്തിക്ക് നൽകിയിട്ട് ബാക്കിയുള്ള പാവകളുമായി അദ്ദേഹം പാവപ്പെട്ട കുട്ടികളുടെ വീട്ടിലേക്ക് നടന്നു. അങ്ങനെ അവർക്കും ആഹ്ലാദം പകരുവാൻ നിക്കോളാസിന് കഴിഞ്ഞു. ആ ക്രിസ്മസ് ദിനത്തിൽ തുടങ്ങിവെച്ച സമ്മാനദാനം പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതാന്ത്യം വരെ തുടർന്നു. വിശുദ്ധ കൊച്ചുത്രേസ്യ പറയുന്നുണ്ട്, ഓ ദൈവമേ, അവിടുത്തെ സ്നേഹിക്കുക, അവിടുത്തെ കൂടുതൽ സ്നേഹിക്കപ്പെടുക, അതെത്ര മാധുര്യപൂർണ്ണമാണ്. അതെ, കർത്താവിൽ ഹൃദയമുറപ്പിച്ചാൽ കർത്താവ് നമ്മളെ വ്യത്യസ്ത രീതികളിലാണ്, പക്ഷെ എപ്പോഴും സമാധാനത്തിൽ സംരക്ഷിക്കും. അതിൽ ആശ്രയിക്കുവാൻ നമുക്ക് കഴിയണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരുന്നു. എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.